ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ ലിങ്ക്ഡിൻ സെക്ഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ഡിനിൽ എങ്ങനെ ജോബ് സെർച്ച് ചെയ്യാം ആൻഡ് സെർച്ച് ചെയ്ത ജോബിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. സോ ജോയിൻ വിത്ത് us. സോ നമ്മളിവിടെ ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇവിടെ ഫീഡ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾക്കിവിടെ ന്യൂ ബാറിൽ ജോബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജോബിനെ സെർച്ച് ചെയ്യാനുള്ള സെർച്ച് ബാർ ഇവിടെ ഉണ്ടായിരിക്കും. ഞാനിവിടെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നുള്ള ജോബ് പോസ്റ്റിംഗ് ആണ് ഇവിടെ ഞാൻ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സെർച്ച് ഐക്കണിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലൊക്കേഷനായിട്ട് ഇന്ത്യയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് അത് എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ, നമ്മൾ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചിട്ട് ജോബ് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റായിട്ട് ഇവിടെ ജോബ്സിന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് കമ്പനീസിൻ്റെ ഡീറ്റെയിലിങ്ങുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഈ ഡീറ്റെയിലിങ്ങുകൾ കയറിയിട്ട് കറസ്പോണ്ടിങ് ജോബ് റിക്വയർമെൻറ്റ്സുകൾ പ്രോപ്പറായിട്ട് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൽ കുറച്ചും കൂടെ ഫിൽറ്ററിങ് ഓപ്ഷൻസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. എക്സ്പീരിയൻസ് ലെവൽ, നിങ്ങളൊരു ഇൻറ്റേൺ ആണോ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവലിൽ നിൽക്കുന്ന ഒരാളാണോ, ഇനി അതല്ല നിങ്ങൾ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്, ഒരു സീനിയർ ലെവൽ ആണെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് നമ്മളത് സോർട്ട് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കൈൻഡിലുള്ള ജോബ്സുകളായിരിക്കും, അവൈലബിൾ ജോബ്സുകളായിരിക്കും നമുക്കിവിടെ ഫീഡിൽ അവൈലബിൾ ആകുന്നത്. അതുപോലെ തന്നെ കമ്പനി, നമ്മൾ എയിം ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനീസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനീനെ നമ്മളിവിടെ സോർട്ട് ഔട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഡാറ്റാസ് അഥവാ ജോബ്സുകൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സോർട്ടഡ് ആയിട്ടായിരിക്കും കിട്ടുക. ഓൾസോ ഇവിടെ റിമോട്ട് ഓപ്ഷൻസ് ഉണ്ട്. റിമോട്ട് ഓപ്ഷൻ മീൻസ് നമുക്ക് ഓൺസൈറ്റ്, റിമോട്ട്, ഹൈബ്രിഡ് വർക്ക്സുകൾ, നമ്മുടെ കാറ്റഗറി ഓഫ് വർക്കുകൾ. ഓൺസൈറ്റ് മീൻസ് നമ്മൾ സൈറ്റിൽ പോയിട്ട് ചെയ്യുന്ന വർക്ക്സുകളാണ്. ആൻഡ് നമ്മുടെ റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് ഫ്രം ഹോം. ആൻഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വർക്ക് ഫ്രം ഹോം ആൻഡ് ഓഫീസ് വർക്ക്. അപ്പോൾ നമ്മുടെ കൺവീനിയൻറ്റിനനുസരിച്ചിട്ട് നമുക്കിതിനെ ഈ ഒരു ഫിൽറ്ററിങ് ഓപ്ഷൻസുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ജോബ്സുകൾ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോബ്സുകളായിരിക്കും നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. ഓൾസോ ഇവിടെ ഒരു അലേർട്ട് ഓപ്ഷൻ ഉണ്ട്. ഈ അലേർട്ട് ഓപ്ഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രകാരമുള്ള ജോബ്സുകൾ നമ്മുടെ മെയിലിലേക്ക് എത്തുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എത്രയും സിമ്പിൾ സ്റ്റെപ്സിലൂടെയാണ് ഒരു ലിങ്ക്ഡിനിൽ ജോബ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, സെർച്ച് ചെയ്യുന്ന ജോബ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ സൈറ്റിൽ കയറി റിക്വയർമെൻറ്റ്സുകൾ നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇനി എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ജോബ് അപ്ലൈ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആവശ്യമുള്ള ജോബ് സെർച്ചിൽ കൊടുക്കുന്നു, ലൊക്കേഷൻ, കറസ്പോണ്ടിങ് ഫിൽറ്ററിങ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള, നമ്മുടെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള ജോബ് വാക്കൻസീസുകൾ നമുക്കിവിടെ റിപ്പോർട്ടഡ് ആകുന്നു. ആ ജോബ് വാക്കൻസികളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്കിവിടെ അതിൻ്റെ ഡീറ്റെയിലിങ്ങുകൾ കിട്ടും. ആ ഡീറ്റെയിലിങ്ങിൽ ഇവിടെ ഈസി അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈ ഒരു ഐക്കൺ നമുക്ക് യൂസ് ആക്കാം. അപ്പോൾ ഇവിടെ ലിങ്ക്ഡിനിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന്, ഡയറക്റ്റ് ലിങ്ക്ഡിൻ ത്രൂ നമുക്കൊരു ജോബിന് അപ്ലൈ ചെയ്യാം. ആ ഒരു ഫോർമാറ്റാണ് ഈ കാണുന്നത്. അതായത് ലിങ്ക്ഡിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരിക്കും, പ്ലസ് ഈസി അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈല് നമ്മുടെ ഇൻബിൽട്ടായിട്ട് നമ്മുടെ പ്രൊഫൈലായിട്ട് മാച്ചിങ് ഉള്ള ഇൻഫർമേഷൻസ് ഇവിടെ ഗ്യാദർ ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. സോ ഇവിടെ പ്രൊഫൈൽ ഉണ്ടായിരിക്കും, പ്രൊഫൈലിലുള്ള കറസ്പോണ്ടിങ് ഇൻഫർമേഷൻസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ റെസ്യൂമേ ഓൾറെഡി അപ്ലോഡഡ് ആണെങ്കിൽ റെസ്യൂമേ ഉണ്ടായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്യൂമേ 2 MB താഴെ ആയിരിക്കണം. കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലിങ്ക്ഡിനിൽ അപ്ലോഡ് ചെയ്യാൻ പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ കോൺടാക്റ്റ് ഇൻഫർമേഷൻ പ്ലസ് റെസ്യൂമേ അപ്ലോഡ് കഴിഞ്ഞാൽ നമ്മൾക്ക് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം. ഇവിടെ ചോദിക്കുന്ന ഈ അഡീഷണൽ ഇൻഫർമേഷൻസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റഡ് ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഇവിടെ ഈസി അപ്ലൈ വഴി ജോബിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ലിങ്ക്ഡിൻ ത്രൂ നമ്മൾ ഡയറക്റ്റ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ നമുക്ക് വരുന്ന ഒരു ഓപ്ഷൻ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷനാണ്.
നമ്മുടെ ആദ്യം പറഞ്ഞിരുന്നത് ഡയറക്റ്റ് ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്യുന്നതാണ്. ലിങ്ക്ഡിൻ ത്രൂ ആകുമ്പം ഈസി അപ്ലൈ പ്ലസ് നമ്മുടെ ലിങ്ക്ഡിൻ ലോഗോ ഉണ്ടായിരിക്കും. ഇനി അതല്ല, കമ്പനിയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആണെങ്കിൽ ഈസി അപ്ലൈക്ക് പകരം നമുക്ക് വിസിബിൾ ആയിരിക്കുക അപ്ലൈ എന്നുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കയറുന്നത് കമ്പനിയുടെ ഏത് കമ്പനിയാണോ ഹയർ ചെയ്യുന്നത് ആ കമ്പനിയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ വെബ്സൈറ്റിൽ അവിടെ കറസ്പോണ്ടിങ് ഫോം ഉണ്ടായിരിക്കും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോമാണ് അവരിവിടെ വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്നത്. കറസ്പോണ്ടിങ് ജോബിൻ്റെ ഒരു സമ്മറി തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാനുണ്ടാവും. ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജോബ് നമുക്ക് അപ്ലൈ ആയി എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ജോബ് അപ്ലൈ ചെയ്യാനുള്ള ഫോർമാറ്റ്സ് എന്ന് പറയുന്നത്. ഇത്രയും ഫ്യൂ സ്റ്റെപ്സുകളെ നമുക്ക് ഈസിയറായിട്ട് ലിങ്ക്ഡിനിൽ ജോബ് സെർച്ച് ചെയ്യാനും പ്ലസ് ജോബ് അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെരി വെൽ. സോ കമ്മിങ് ബാക്ക് ടു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദൗ